ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫിസിയോളജി ഓഫ് ലാക്ടേഷനാണ്. അതായത് ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷനും ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഇജക്ഷനും എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ സംഭവിക്കുന്നത് ചില ഹോർമോൺസും ചില റിഫ്ലെക്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻ മൂലമാണ്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഏർലി ഇനീഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്ങും അതുപോലെ തന്നെ ലാച്ചിങ്ങും. ഏർലി ഇനീഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ജനിച്ച് ഉടനെ തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യിപ്പിക്കാനായിട്ട് തുടങ്ങാം. അടുത്തത് ലാച്ചിങ്. കുഞ്ഞിനെ തുടക്കം തൊട്ട് ഫീഡ് ചെയ്യുന്ന സമയത്ത് നിപ്പിളിൻ്റെ ചുറ്റുമുള്ള കറുത്ത പോർഷൻ കുഞ്ഞിൻ്റെ വാഴയത്ത് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് വേണം ഫീഡ് ചെയ്യിപ്പിക്കാൻ. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് സെക്കൻഡ് തിങ്. കുഞ്ഞിൻ്റെ ലാച്ചിങ് പ്രോപ്പർ ആണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് സക്ക് ചെയ്യുന്ന സമയത്ത് നിപ്പിളിന് ചുറ്റുമുള്ള നെർവ് എൻഡിങ്സ് സ്റ്റിമുലേറ്റ് ചെയ്യും. ആ നെർവ് എൻഡിങ്സിലൂടെ ഇൻഫർമേഷൻ ബ്രെയിനിൻ്റെ അകത്ത് ചെല്ലുകയും അവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസായ പ്രൊലാക്റ്റിനും ഓക്സിറ്റോസിനും റിലീസ് ചെയ്ത് വരികയും ചെയ്യുന്നു. അത് ബ്ലഡ് വഴി വന്ന് ബ്രസ്റ്റിൻ്റെ അകത്തുള്ള ഗ്ലാൻസിലും അതുപോലെ തന്നെ മയോ എപ്പിത്തീലിയൽ സെൽസിലും വന്ന് നന്നായിട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ് ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഇഞ്ചക്ഷനും പ്രൊഡക്ഷനും കൂടുതലായിട്ട് നടക്കുന്നത്. ഫിസിയോളജി ഓഫ് ലാക്ടേഷൻ എല്ലാ മദേഴ്സിലും ഒരുപോലെ ആയിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മദേഴ്സിനും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് പാല് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞ് ജനിച്ച് ഉടൻ തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുഞ്ഞ് ജനിച്ച് ഫീഡ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ലാച്ചിങ് പ്രോപ്പർ ആക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ ഫീഡിങ് ചെയ്യുമ്പോൾ ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എംപ്റ്റി ആക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നൈറ്റിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നൈറ്റിലാണ് പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂടുതൽ നടക്കുന്നതും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഡിമാൻഡിങ് കൂടുന്നത് നൈറ്റിലായിരിക്കും. അപ്പോൾ നൈറ്റ് ഫീഡ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക, കുഞ്ഞിനോട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക. ഓരോ ഫീഡിങ്ങിന് ശേഷവും ഫീഡിങ്ങിന് മുൻപും നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ടെൻഷൻ ഇല്ലാതിരിക്കുക, ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ അമ്മമാർക്കും ആവശ്യത്തിനുള്ള രീതിയിൽ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും.